അല്ലേ മഹാവിഷ്ണു, അങ്ങ് പുരുഷാർത്ഥമൂർത്തിയാണ്. എന്താ അതിനർത്ഥം? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, വാല്യൂസ്, മൂല്യങ്ങൾ. ആ മൂല്യാധിഷ്ഠിതമായി വരുമാനം, പണം സമ്പാദിക്കുക. സമ്പാദിച്ച പണം കൊണ്ട് യഥോചിതം ആഗ്രഹങ്ങൾ നിറവേറ്റി സുഖം അനുഭവിക്കുക. ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷം എന്നുള്ള ചിന്ത തന്നെ വരും. എല്ലാറ്റിൽ നിന്നും വിട്ട് ആത്മസുഖത്തോടു കൂടിയിരിക്കാൻ. ഇതാണ് പുരുഷാർത്ഥം. മഹാവിഷ്ണുവിനെക്കുറിച്ച് ചിന്തിക്കാനും ഭജിക്കാനും തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി പ്രകൃത്യാ നമുക്ക് മോക്ഷചിന്ത വരാതിരിക്കില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ നിത്യസുഖാനുഭവം എന്നാണ് അർത്ഥം. ഇടമുറിയാത്ത സുഖാനുഭവം. പുരുഷാർത്ഥമൂർത്തിയായിരിക്കുന്ന ഭഗവാനുണ്ടല്ലോ, അങ്ങയെ ഭജിക്കുന്നവന് അനുഗ്രഹം തീർച്ചയാണെന്ന്. ഏതുപോലെ? ഒരു പശു കിടാവിനെ എന്ന പോലെയാണ്. പശു പെറ്റ് ഒരു കുട്ടി താഴത്ത് വീണാൽ എത്ര ജാഗ്രതയോട് കൂടിയിട്ടാണ് അത് എണീറ്റ് നക്കി തുടയ്ക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാട്ടിൽ മേഞ്ഞ് നടക്കുന്ന പശുക്കൾ കാട്ടിലാണ് പലപ്പോഴും പെറുക. അവിടെ ആരുണ്ട് അവർ പെറ്റുമെന്ന് നോക്കാൻ വരെ? മിക്കവാറും ഒരു മേച്ചിക്കാരനും 10, 50, 40, 50 പശുക്കളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടോളണമെന്നില്ല. പ്രസവവേദന ഉണ്ടാവും, ആരോടും പറയില്ല. അവസാനം കുട്ടി പെറും. പെറ്റു കഴിഞ്ഞാൽ എഴുകിയായി നക്കി 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 എണീറ്റ് നിന്ന് പതുക്കെ അകിട്ടിൽ ചെന്ന് കുടിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പശുവിന് എത്ര ജാഗ്രതയുണ്ടോ അതിൻ്റെ പശുക്കുട്ടിയെ നോക്കാൻ, അതുപോലെ അനുഗ്രഹകാതരോസ്മാൻ, തന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ബന്ധപ്പെടുന്നവനാണത്രേ ഭഗവാൻ. തന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ബന്ധപ്പെടുന്നവനാണെന്ന്. ഈശ്വരാനുഗ്രഹത്തിന് നമ്മൾക്കല്ല തിരക്ക്, ഭഗവാനാണ് തിരക്ക്. ഈ ധ്രുവൻ്റെ അടുത്ത് എങ്ങനെയാണ് ഓടി വന്നേ? 5 വയസ്സായ ഒരു കുട്ടിയാണ്. അവസാനം ഒറ്റ കാലിൽ നിൽക്കുക. ശ്വാസവും കൂടി എടുക്കുന്നത് മനസ്സിൻ്റെ സങ്കല്പശക്തിയാൽ ശ്വാസത്തിനുള്ള പഴുതുപോലും അടച്ചു എന്നാണ് പറയണത്. ലോകത്തിന് മുഴുവൻ വീർപ്പ് മുട്ടി. എല്ലാവരും കൂടി കാര്യം മനസ്സിലാവാതെ ഓടിച്ചെന്നു മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക്. അദ്ദേഹം അനന്തശയനാണല്ലോ, ഉറങ്ങിക്കിടക്കുക. ചെന്ന് ഉണർത്തി എണീറ്റു. ആ കുട്ടി തപസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭൃത്യനാ, നിങ്ങൾ പൊക്കോളൂ, ഞാൻ അവനെ സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞയച്ചു. ഗരുഡൻ്റെ മുകളിൽ കയറി പറന്നങ്ങോട്ട് വന്നു. വന്നിട്ട് മുമ്പിൽ നിന്നു. ഈ കുട്ടി കണ്ണടച്ചിരിക്കുക. അപ്പോഴാണ് ഉള്ളിലുള്ള ആ പ്രകാശം ടപ്പെന്ന് ഇല്ലാതെയാക്കി തീർത്തത്. മഹാവിഷ്ണുവിനെ കണ്ടു, ശംഖു കൊണ്ട് തലോടി. എന്നിട്ട് കിട്ടുന്ന സമ്മാനം അത്. ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? നമ്മുടെ ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനാണോ? വിളിച്ചാൽ വിളി കേൾക്കാത്തവനോ? ഭൂമണ്ഡലത്തിൽ ആരെയെങ്കിലും അനാഥനാക്കുന്നുണ്ടോ അദ്ദേഹം? സനാഥമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണില്ല. അത് നമ്മുടെ പോരായ്മയാണ്. അനുഗ്രഹിക്കുന്നതിന് ബന്ധപ്പെടുന്നവനാണെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചില്ല, താമസിച്ചു എന്ന് ഒരൊറ്റ ആളും പറയരുത്, മിണ്ടരുത്. നമ്മുടെ ഭാരത സംസ്കാരം അതിന് സമ്മതിക്കുന്നതല്ല.